നമ്മൾ രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എൻ്റെ മക്കൾക്കറിയാം, അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ ഇടത്തിൽ ഈശോ ജ്വലിച്ച് നിൽക്കുന്ന ഈ സമയത്ത് ഒത്തിരിയേറെ സൗഖ്യങ്ങളുടെ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ രോഗമുള്ളിടത്ത് കൈകൾ വെച്ച് നമ്മൾ പതിവ് പോലെ പ്രാർത്ഥിക്കും. കർത്താവ് നമ്മളെ സുഖപ്പെടുത്തും. ആദ്യമേ തുടങ്ങുന്നത് അടിവയറ്റിലാണ് കൈവയ്ക്കേണ്ടത്. അടിവയറ്റിൽ കൈവയ്ക്കേണ്ടത് അടിവയറ്റിൽ രോഗമുള്ളവരാണ്, വയറ്റിൽ ഡിസ്ചാർജ് ഉള്ളവരെ, വെള്ളപ്പൊക്കിൻ്റെ അസുഖമുള്ളവർ, രക്തസ്രാവമുള്ളവരെ, പിരിച്ച് വന്നിട്ട് മാറാതെ ഇങ്ങനെ പല പല ദിവസങ്ങൾ അതിൻ്റെ സങ്കടം അനുഭവിക്കേണ്ടി വരുന്നവരെ, പിരിച്ച് വരാത്തവരെ, നിന്ന് പോയവരെ, ഇറഗുലറായിട്ട് വരുന്ന മെൻസ്ട്രേഷൻസ്, അതെല്ലാമാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. പിന്നെ കിഡ്നിയിൽ കല്ല്, പാങ്ക്രിയാസിൽ കല്ല്, മൂത്രാശയത്തിൽ കല്ല്, മൂത്രം ഒഴിക്കുമ്പോൾ വേദന, എരിച്ചിൽ, പുകച്ചിൽ, അവരെല്ലാമാണ് അടിവയറ്റിൽ കൈവെക്കേണ്ടത്. മക്കളെ, അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തു നിന്ന് നീ സൗഖ്യമായി തന്നെ ഇവിടുന്ന് പോകും. ഇത് എത്ര പേരാണ് ഇന്ന് സാക്ഷ്യം പറയണത്. ആ സാക്ഷ്യമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പ്രത്യാശ സ്നേഹവും ഉണ്ടാകണം. ഇപ്പോൾ വയറിളക്കമുള്ളവർ, തൊട്ട ഭക്ഷണം കഴിച്ചാൽ വയറ് തട്ടി വീർക്കും അൾസർ രോഗികൾ, എപ്പോഴും ലൂസ് മോഷൻ ഉള്ളവർ, അവരൊക്കെ വിശ്വസിച്ച് കൈവെക്കുക. മൂത്രം വിട്ട് പോണവരെ, ഒഴിക്കാൻ പറ്റാത്തവരെ, വയറ് പെരുത്ത് വരുന്നത്, അല്പം മൂത്രം തിങ്ങുമ്പോൾ തന്നെ വയറ് വീർത്ത് വല്ലാണ്ട് പരിഭ്രമം അനുഭവിക്കുന്നവർ, മനുഷ്യൻ്റെ എല്ലാ പരിഭ്രമങ്ങളും. നിനക്ക് ആ രോഗമില്ലെങ്കിൽ ദൈവത്തിന് നന്ദി പറയണം. പക്ഷെ അത് ഉള്ളവർ അനുഭവിക്കണത് ഓർത്തിട്ട് കർത്താവിൻ്റെ മുമ്പിൽ അവർക്ക് വേണ്ടി നീ സങ്കടപ്പെടണം. നീ സ്തുതിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ മക്കൾ ഒത്തിരിയേറെ വേദന അനുഭവിക്കുന്നവരുണ്ട്. മൂത്രത്തിൽ കല്ലുള്ളവർ, കിഡ്നിയിൽ വേദനയുള്ളവർ, ക്രിയാറ്റിൻ കൂടുന്നവർ, അതിൻ്റെ ഒത്തിരിയേറെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നവരുണ്ട്. ഈശോ ഒരു കുഞ്ഞിനെപ്പോലും കൈവിടരുത്. 5 പേരും 10 പേരും സുഖപ്പെട്ടാൽ പോരാ, രോഗികളെല്ലാം സുഖപ്പെടണം. നടുവിന് കൈവേദനയുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ആമാശയത്തെ രോഗമുള്ളവർ, കുടലിന് ക്യാൻസറുള്ളവർ, കുടലിന് കുരുക്കളുള്ളവർ, അൾസർ രോഗികൾ, പിസ്റ്റില രോഗികൾ, പിസിയോടി രോഗികൾ, പ്രഷർ രോഗികൾ, അനൽ ഫിഷറുള്ളവരെ, കർത്താവെ ഇന്ന് സുഖപ്പെട്ട പോലെ അനൽ ഫിഷറുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങയുടെ ജനം കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ച ഓരോ രോഗദുരിതങ്ങളും തത്സമയ സൗഖ്യം നൽകുന്നതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൂരെ പ്രാർത്ഥിക്കുന്നവരെ തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ശരീരത്തിൽ മുഴയുള്ളവർ, അതുപോലെ തന്നെ ഇരിക്കാൻ പറ്റാത്തവർ, മുട്ട് കുത്താൻ പറ്റാത്തവർ, ഇന്നൊക്കെ ഒത്തിരി പേര് സുഖപ്പെട്ടു. സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്തവർ, അസ്ഥികളിൽ വേദനയുള്ളവർ, നടുവിന് വേദനയുള്ളവർ, ശരീരത്തിന് ചില ഭാഗങ്ങൾ മരച്ചിരിക്കുന്നവർ, ഇന്ന് പറഞ്ഞില്ലേ സാക്ഷ്യത്തിൽ കൈ എത്തണ സ്ഥലത്ത് മുതുകിൻ്റെ അവിടെ കയ്യെത്തായിടത്ത് മരവിച്ചിരിക്കുന്നവരെന്ന് പറഞ്ഞില്ലേ, കർത്താവ് സുഖപ്പെടുത്തിയവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അവിടെയെല്ലാം ഇങ്ങനെ മരവിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം കൈകൾ വെക്കുക. മുഴകൾ ശരീരത്തിലുണ്ടെങ്കിൽ ആ മുഴയ്ക്ക് പ്രതലത്തിൽ ശരീരത്തിൻ്റെ ബാഹ്യമായ ഇടത്ത് കൈവെക്കാവുന്നതാണ്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കർത്താവായ ഈശോയെ, ആന്തരിക മുഴകള്, ആന്തരിക അവയവങ്ങളുടെ ഗുരുതരമായ രോഗങ്ങള്, വാദവും മരവിപ്പും, മുഴകളിലെ സിസ്റ്റുകള്, നീർക്കെട്ടലുകള് യേശുനാമത്തിൽ യേശുനാമത്തിൽ സൗഖ്യമാകട്ടെ. രോഗദുരിതങ്ങള്,
മറ്റു രോഗങ്ങൾ കർത്താവേ സമർപ്പിക്കുന്നു. തത്സമയം സൗഖ്യം നൽകുന്ന നന്ദി പറയുന്നു. വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരെ സ്പർശിക്കുന്ന നന്ദി പറയുന്നു. സാക്ഷ്യം പറയുമാറ് വിശ്വാസത്തെ ശക്തിപ്പെടുന്ന നന്ദി പറയുന്നു. ഹല്ലേലൂയ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. മക്കളെ, വിശ്വാസത്തോടെ ശ്വാസകോശങ്ങളിൽ കൈവെക്കുക. അച്ഛൻ നിങ്ങളിങ്ങനെ കൈവെക്കുമ്പോഴേ ഞാൻ കുറേ കാര്യം കർത്താവിനോട് പറയുന്നുണ്ട്. എന്താ കാര്യം എന്നറിയാവോ? ശ്വാസകോശ രോഗികളുണ്ട്, വലിവ്, ആസ്മ, ശ്വാസം മുട്ടൽ, പതിരയുടെ പൾസ് കുറഞ്ഞ കുടിയോ വരുന്നവരെ, എല്ലാവരും ഹൃദയത്തിൻ്റെ അസുഖങ്ങൾ, കരളിൻ്റെ അസുഖം, ഫാറ്റി ലിവർ, അതൊക്കെ ആശുപത്രിയിൽ പോയാൽ ചിലർ ഇനി കാശുണ്ടെങ്കിൽ പോലും നമ്മൾ കിടന്നു പോയാൽ എല്ലാം താളം തെറ്റും, അവതാളത്തിലാവും. കുറേ പ്രശ്നങ്ങൾ, കൂടെ നിൽക്കാൻ ആരുമില്ലാത്തവർ, ഇങ്ങനെ കൂടെ നിൽക്കുന്നവർക്ക് സ്നേഹമില്ലാത്തവർ, എന്തെല്ലാം തരം കുരിശുകളാണ് നമ്മൾ അനുഭവിക്കുന്നത്. അതെല്ലാം ഓർത്തിട്ടാണ് അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ തിരുസേനയെ പ്രാർത്ഥിക്കുന്നത്. എന്നാലും ഞാൻ ഓർക്കുകയാണ്, ഇതുപോലെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടായാൽ എപ്പോഴും എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, ദൈവ തിരുസന്നിധിയിൽ ഇന്നത്തെ സുവിശേഷ സന്ദേശം എന്താണ്? അത് അനുഗ്രഹമായി മാറിയാൽ ഫിസിക്കൽ ഫേവേഴ്സായി രോഗം സുഖപ്പെടും. ദൈവഹിതമായി മാറിയാൽ നമുക്ക് കൃപ കിട്ടും. എങ്ങനെയായാലും നമുക്ക് ഗുണമാണ്. അപ്പോൾ ചിലത് നമ്മുടെ ഭൗതിക ജീവിതത്തിനും ചിലത് നിത്യജീവിതത്തിനുമാണ് ഉപകരിക്കപ്പെടുന്നതെന്നാണ് കർത്താവ് ഇന്ന് നമ്മളോട് പറഞ്ഞത്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ശ്വാസകോശ രോഗികൾ, ബ്രസ്റ്റ് ക്യാൻസറുകാർ, കർത്താവെ നീ വിശുദ്ധമായ രക്തത്താൽ കഴുകണമേ, കരളിനെ കഴുകണമേ, കരളിലെ കൊഴുപ്പുകൾ, ഫാറ്റി ലിവർ, കരൾ വലുതാകുന്ന അവസ്ഥകൾ, ഹൃദയത്തിൻ്റെ ശ്വാസകോശ കുഴലുകൾ അടഞ്ഞിരിക്കുന്നവർ, ചെറുതാകുന്നവർ, കരൾ രോഗികൾ, പാൻക്രിയാസ് രോഗികൾ, ഈശോയെ അങ്ങയുടെ തിരുമുറിവാർന്ന വലത് കരത്താൽ ഇപ്പോൾ സ്പർശിക്കണമേ. യേശു നാമത്തിൽ സൗഖ്യപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ശ്വാസ സംബന്ധമായ രോഗങ്ങൾ, കർത്താവേ, കുഴൽ സംബന്ധമായ രോഗങ്ങൾ സൗഖ്യപ്പെടുത്താൻ നന്ദി പറയുന്ന കർത്താവേ, ഹൃദയ രോഗികളെ സ്പർശിക്കുന്ന നന്ദി പറയുന്നു. ഹല്ലേലൂയ. പരിശുദ്ധമായ അൾത്താരയിൽ കുടുംബത്തോടൊപ്പം നിൽക്കാൻ അനുഗ്രഹം നൽകിയ അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു. എൻ്റെ പേര് ജിഷ, ഇതെൻ്റെ ഹസ്ബൻഡ്, എൻ്റെ 4 കുഞ്ഞുങ്ങൾ. ഞങ്ങൾ 19 വർഷമായിട്ട് ഞങ്ങൾ കോതമംഗലം രൂപതയിൽ നെല്ലിമറ്റ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ 19 വർഷമായിട്ട് സൗദി അറേബ്യയിലായിരുന്നു കുടുംബമായിട്ട്. ഞാൻ അവിടെ സൗദി മിനിസ്ട്രിയിൽ നേഴ്സായിരുന്നു. ഞങ്ങൾ 3 വർഷം മുമ്പ് കുട്ടികളെ നോക്കാനുള്ള ബുദ്ധിമുട്ടും എല്ലാം കൊണ്ടും ഞങ്ങൾ നാട്ടിലോട്ട് നിർത്തിപ്പോരാൻ തീരുമാനിച്ചു. അങ്ങനെ ഹസ്ബൻഡും കുഞ്ഞുങ്ങളുമാണ് ആദ്യം നാട്ടിലോട്ട് പോകുന്നത്. എൻ്റെ പേപ്പർ വർക്കുകൾ തീരാനും ഡ്യൂട്ടി തീരാനും ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ സ്റ്റേ ചെയ്തു. അങ്ങനെ വീട്ടിൽ തനിച്ചായിരുന്നപ്പോൾ യൂട്യൂബ് വഴിയാണ് ഞാൻ കൃപാസന സാക്ഷ്യങ്ങൾ കേൾക്കാനിടയായത്. ഞാൻ ആദ്യമേ മുതൽ മാതാവിൻ്റെ ഒരു ഭക്തി ആയിരുന്നതുകൊണ്ട് എനിക്ക് നാട്ടിൽ വരുമ്പോൾ കൃപാസനത്തിൽ വരണമെന്നും ഉടമ്പടി എടുക്കണമെന്നും ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഡ്യൂട്ടിക്കിലായിരിക്കുമ്പോൾ കൃപാസന സാക്ഷ്യങ്ങൾ കേട്ട് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ കൃപാസനത്തിൽ വന്നു, ഉടമ്പടി എടുത്തു. ഞാൻ ഉടമ്പടിയിൽ വെച്ച ഒരു നിയോഗമായിരുന്നു. എൻ്റെ ഹസ്ബൻഡിന് 23 വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ കൈക്ക് ഒരു അലർജി പ്രോബ്ലം ഉണ്ടായിരുന്നു. വലത് കൈയുടെ ഫിംഗേഴ്സ് എല്ലാം ഡ്രൈ ആയിട്ട് ചൊറിഞ്ഞ് തടിച്ച് പൊട്ടുമായിരുന്നു. ഞങ്ങൾ ഒത്തിരി ഓയിൻമെൻറ്റ്സ് ഒത്തിരി ഉപയോഗിച്ചു. താൽക്കാലത്തേക്കുള്ള ആശ്വാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഉടമ്പടി തൈലം കയ്യിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഉടമ്പടി ഉപ്പ് അദ്ദേഹത്തിന് കഴിക്കാൻ കൊടുക്കും. ഞങ്ങൾ ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 17-ാം അധ്യായം 14-ാം വാക്യം
കർത്താവെ എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. കർത്താവെ എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷ പ്രാപിക്കും. അങ്ങിൽ മാത്രമാണ് എൻ്റെ പ്രത്യാശ. ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ഇപ്പോൾ കൈക്ക് രോഗസൗഖ്യം ലഭിച്ചു. ചെറിയ അലർജിയുടെ പ്രോബ്ലംസ് ആണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിന് ഈ വെറ്റ് കാർപ്പറ്റ്സും ഹൗസ് ഹോൾഡ് ഐറ്റംസ് അങ്ങനെ എല്ലാം ടച്ച് ചെയ്യുമ്പോഴായിരുന്നു ഈ ബുദ്ധിമുട്ട് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒത്തിരി സൗഖ്യം ലഭിച്ചു. അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു. എനിക്ക് എൻ്റെ അടുത്ത സാക്ഷ്യം, എനിക്ക് 2 മാസമായിട്ട് പീരീഡ്സ് ആകുന്നില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു. മാഡം പറഞ്ഞു നമുക്ക് മെഡിസിൻസ് വേണമെങ്കിൽ തരാം, അതല്ലാന്നുണ്ടെങ്കിൽ 1 വീക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വെയിറ്റ് ചെയ്യാം. അങ്ങനെ 1 വീക്ക് വെയിറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് പീരീഡ്സ് ആയി. പക്ഷേ അത് ഒരു 15 ഡേയ്സോളം ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അത് സിവിയർ ബ്ലീഡിങ് ആയിരുന്നു. നമുക്ക് HB 11 to 12 വേണ്ട HB എനിക്ക് വെറും 7 ആയി കുറഞ്ഞു. അങ്ങനെ ഒത്തിരി ക്ഷീണമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഡോക്ടറെ വീണ്ടും വന്ന് കണ്ടു. ഡോക്ടർ പറഞ്ഞു നമ്മൾക്കൊരു അബ്ഡോമിൻ സ്കാൻ ചെയ്ത് നോക്കാം. അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ അതിനകത്ത് റൈറ്റ് ഓവേറിയിൽ സിസ്റ്റ് ആണെന്ന് പറഞ്ഞു. റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. CA-125 ക്യാൻസർ ആൻറ്റിജൻ ടെസ്റ്റാണത്. അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് 2 hours ആകും റിപ്പോർട്ട് കിട്ടുകയുള്ളൂ. അപ്പം ഡോക്ടർ പറഞ്ഞു നിങ്ങൾ വീടിനടുത്താണെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് നാളെ വന്നാൽ മതി, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ റിപ്പോർട്ട് കാണിച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പോരുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു കെട്ട് കൃപാസനം പത്രം കൊടുക്കാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, ഇദ്ദേഹത്തിനാണെങ്കിൽ എന്ത് ബ്ലഡ് ടെസ്റ്റ് ആണെന്ന് അറിയില്ലായിരുന്നു. ഞാൻ ഇദ്ദേഹത്തോട് പറയാനും പോയില്ല എന്ത് ടെസ്റ്റാണെന്ന്. ഇദ്ദേഹം എന്നോട് പറഞ്ഞു നമുക്ക് ബ്ലഡ് എടുത്തു കൊടുത്തിട്ട് വീട്ടിൽ പോകാം. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കൃപാസനം പത്രം കൊടുക്കണം. ഞാനങ്ങനെ എല്ലായിടത്തും നടന്ന് ഹോസ്പിറ്റലിലും വഴിയിലൂടെ നടന്ന് എൻ്റെ കൃപാസനം പത്രം മുഴുവൻ കൊടുത്ത് തീർന്നപ്പോഴത്തേനും എൻ്റെ ബ്ലഡ് റിപ്പോർട്ട് വരുന്ന ടൈമായി. ഞങ്ങളങ്ങനെ റിപ്പോർട്ട് കളക്ട് ചെയ്തു, ഡോക്ടറെ കണ്ടു. എൻ്റെ റിപ്പോർട്ട് വെറും 4 റിസൾട്ട് ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് നോർമലായിട്ട് CA-125 ബ്ലഡ് ടെസ്റ്റ് ബിലോ 35 ആണ് വരേണ്ടത്. എനിക്ക് വെറും 4 ആക്കി എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ സിസ്റ്റ് ഉള്ളതുകൊണ്ട് 3 മാസം മെഡിസിൻ കഴിക്കണം, അത് റെഗുലറായിട്ട് തന്നെ 3 മാസം കഴിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ മെഡിസിൻ വാങ്ങിച്ചു. 28 ദിവസം ഞാൻ മെഡിസിൻ കഴിച്ചു, റെഗുലറായിട്ട് തന്നെ കഴിച്ചു. അതിനുശേഷം എനിക്ക് തോന്നി ഞാൻ എന്തിനാണ് ഈ മരുന്ന് മുഴുവൻ കഴിക്കുന്നത്. എൻ്റെ കയ്യിൽ ഉടമ്പടി തൈലമുണ്ട്, ഉടമ്പടി ഉപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു ഇനി മെഡിസിൻ വാങ്ങിക്കണ്ട, നമുക്ക് ഉടമ്പടി തൈലം ഉപയോഗിച്ച് വയറിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കാം. ഉടമ്പടി ഉപ്പ് ഞാൻ കഴിച്ചു, വചനം ചൊല്ലി പ്രാർത്ഥിച്ചു. അങ്ങനെ 3 മാസത്തിന് ശേഷം വീണ്ടും അടുത്ത സ്കാനിങ് ഉണ്ടായിരുന്നു. സ്കാൻ ചെയ്ത് റിപ്പോർട്ട് വന്നപ്പോൾ അത് നോർമലാണെന്ന് കണ്ടു. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ 3ാമത്തെ സാക്ഷ്യം, എൻ്റെ 3ാമത്തെ മകൾ ജുവൽ മേരി, അവൾക്കാണെങ്കിൽ അലർജി കഫ് പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഒത്തിരി തണുത്ത വസ്തുക്കൾ, ഐസ്ക്രീം അങ്ങനെ എന്തെങ്കിലും കഴിക്കുമ്പോഴും തണുപ്പടിക്കുമ്പോഴാണ് കുഞ്ഞിന് ചുമ വന്നുകൊണ്ടിരുന്നത്. അത് രാത്രിയിലാണ് കൂടുതലും ഉണ്ടാകുന്നത്. കുഞ്ഞിന് ഉറങ്ങാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞങ്ങളാണേലും ഉറങ്ങാതെ കുഞ്ഞിനെ നോക്കിയിരിക്കും. പലപ്പോഴും സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലും കുഞ്ഞിനെ ചുമച്ച് കൊച്ച് നിർത്താതെ ചുമയ്ക്കും. അവസാനം കുഞ്ഞ് ഛർദ്ദിക്കും. ആ ഛർദ്ദിച്ച് കഴിയുമ്പോഴാണ് അവൾ നോർമലാകുന്നത്. അങ്ങനെ ഞങ്ങൾ പലപ്പോഴും സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം പുരട്ടി കുഞ്ഞിൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു, നെഞ്ചത്തും കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. ഉടമ്പടി ഉപ്പ് കുഞ്ഞിനെ എന്നും കഴിക്കാൻ കൊടുക്കുമായിരുന്നു. ഞാൻ മകളോട് പറയും, മോനെ നമുക്ക് കൃപാസനത്തിൽ വന്ന് അമ്മ മാതാവിനോട് മുമ്പിൽ സാക്ഷ്യം പറയാമെന്ന് മോൻ പറഞ്ഞ് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ കുഞ്ഞിന് ഇപ്പോൾ ഒത്തിരി ആശ്വാസമുണ്ട്. അങ്ങനെ ഛർദ്ദിക്കുന്ന ചുമയൊന്നും കുഞ്ഞിനില്ല. നോർമലായിട്ട് എല്ലാ കുട്ടികൾക്കും തണുപ്പടിക്കുമ്പോഴുള്ള ചുമയേ എൻ്റെ കുഞ്ഞിനുള്ളൂ.
അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എല്ലാ മാസവും കൃപാസനത്തിൽ വരും, പത്രം വാങ്ങിക്കും. പത്രം വാങ്ങിച്ച് എല്ലാവർക്കും വീടുകളിലും വഴികളിലും ബസ് സ്റ്റാൻഡിലും ഹോസ്പിറ്റലുകളിലുമായിട്ട് ഞാൻ പത്രം കൊടുക്കാറുണ്ട്. എൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ പറയാറുണ്ട്, അവരുടെ സങ്കടങ്ങൾ കേൾക്കാറുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവരോട് പറയും കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന കാര്യം. പിന്നെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം എല്ലാ ചൊവ്വാഴ്ചയും ലൈവായി തന്നെ ഞാൻ കൂടാൻ ശ്രമിക്കാറുണ്ട്. ആ ധ്യാനം എല്ലാവർക്കും, എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കും. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് രാവിലെ ഞങ്ങൾ കുടുംബമായിട്ട് തന്നെ കേൾക്കും. എത്ര വൈകിയാലും ഞങ്ങൾ ജപമാല ചൊല്ലിയിട്ടാണ് ഞങ്ങൾ കിടക്കാറുള്ളൂ. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞങ്ങളുടെ അടുത്ത ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ കുറച്ച് കൃപാസനത്തിലെ കുറച്ച് ചേച്ചിമാർ കൂടി പോയി ഭക്ഷണത്തിന് പൈസ കൊടുത്ത് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാൻ അവരെ സഹായിക്കും. രോഗികൾക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. ഞങ്ങളുടെ അടുത്ത് വേറൊരു ഓൾഡ് ഏജ് ഹോമുണ്ട്, അവിടെ ഞങ്ങൾ കുടുംബമായിട്ട് തന്നെ പോവും. എൻ്റെ കുഞ്ഞുങ്ങൾക്കാണേലും അമ്മമാരുടെ അടുത്ത് പോകാൻ ഒത്തിരി ഇഷ്ടമാണ്. അത് അമ്മമാരുടെ ഓൾഡ് ഏജ് ഹോമാണ്. അവിടെ ഞങ്ങൾ പോയി അമ്മമാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാനായിട്ട് അവരുടെ കൂടെ ഇരിക്കുകയും അവരുടെ സങ്കടങ്ങൾ കേൾക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞുങ്ങൾ അവർക്ക് പാട്ട് പാടിയും ഡാൻസ് കളിച്ചും എല്ലാം അവർ ഒത്തിരി സന്തോഷമായിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോരുന്നത്. ആത്മീയമായിട്ട് എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഡെയിലി വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാനുള്ള അനുഗ്രഹം ലഭിച്ചു. ഞങ്ങൾ കുടുംബത്തോടൊപ്പം ഞാനും ഹസ്ബൻഡും എൻ്റെ മൂത്ത കുട്ടിയും കൂടി എല്ലാ ദിവസവും ഞങ്ങൾ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കും. ഒരു ദിവസം വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒത്തിരി വിഷമമായിരിക്കും. എല്ലാ അനുഗ്രഹങ്ങൾക്കും തിരുക്കുമാരനും അമ്മ മാതാവിനും നന്ദി പറയുന്നു. എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് കാരണമാക്കിയതിന് എൻ്റെ ഈശോയിനോടും മാതാവിനോടും നന്ദി പറയുന്നു. എൻ്റെ പേര് ജോണിത്ത. ഞാൻ അബുദാബിയിൽ നിന്ന് വരുന്നു. ഞങ്ങൾ സെയിൻറ്റ് പോൾസ് ഇടവകയിൽ നിന്ന് വരുന്നു. ഉടമ്പടീനെ പറ്റി എനിക്കെൻ്റെ മമ്മി വഴിയാണ് അറിയാൻ പറ്റുന്നത്. കൃപാസനെ പറ്റിയും ഞാൻ 2024 എൻ്റെ ജോലിയിൽ വന്ന കുറച്ച് സ്ട്രെസ്സും പ്രഷറും കാരണമാണ് ഞാൻ ഉടമ്പടിയിലേക്ക് അല്ലെങ്കിൽ കൃപാസനത്തിനെ പറ്റി കൂടുതൽ അറിയാനും അതിലേക്ക് വരുവാനും കാരണമായത്. ഓഗസ്റ്റ് 2024 ഞാൻ ഇവിടെ വന്നിരുന്നു. എൻ്റെ മമ്മിയുടെ നിർബന്ധ കാരണം മാത്രം ഞാനിവിടെ വന്നു. ഒത്തിരി നാളായിരുന്നു ഞാൻ കുമ്പസാരിച്ചിട്ട്. അങ്ങനെ ഇവിടെ വന്ന് ഞാനൊന്ന് കുമ്പസാരിച്ചു. ഇവിടെ വന്ന് ഇറങ്ങുമ്പം എനിക്ക് ഭയങ്കര ഒരു സമാധാനവും ആശ്വാസവും ഒക്കെ എനിക്ക് കിട്ടിയിരുന്നു. അങ്ങനെ ഞാൻ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു പോയി. സെപ്റ്റംബർ തൊട്ട് എനിക്ക് ആ സെയിം സ്ട്രെസ് ലെവല്, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ഇഷ്യൂ. അങ്ങനെ ഞാൻ ഒക്ടോബർ 2024 ഓൺലൈൻ ഉടമ്പടി എടുത്തു. എനിക്ക് ഉറങ്ങാൻ വേണ്ടിയായിരുന്നു ഞാൻ ആ ഉടമ്പടി എടുത്തിരുന്നത് മെയിൻലി. അങ്ങനെ 2024 ഒക്ടോബർ 21 ഒരേ ഒരു ദിവസം കൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റി. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹം. അത് ഇന്ന് വരെ എനിക്ക് ഉറങ്ങാൻ ഒരു ബുദ്ധിമുട്ട്, എനിക്ക് മരുന്നെടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പം എനിക്കെങ്ങനെയെങ്കിലും ഇപ്പോഴത്തെ കറൻറ്റ് ജോബ് ഒന്ന് മാറണം. ബിക്കോസ് എനിക്ക് ആ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ മാനേജർ എനിക്ക് തരുന്ന ആ ഒരു സ്ട്രെസ് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നമുക്ക് എന്തുകൊണ്ട് ലൊക്കേഷനെ പറ്റി ചിന്തിച്ചുകൂടാ, ഒരു മൈഗ്രേഷനെ പറ്റി ചിന്തിച്ചുകൂടാ. അങ്ങനെ ഇരിക്കെ നമ്മൾ ഓർത്തു എന്നാൽ ഓസ്ട്രേലിയ നോക്കാം എന്നിങ്ങനെ വിചാരിച്ചു. അങ്ങനെ അതിന് ക്യാപ്സ് എക്സാം എഴുതണം. അത് ക്ലിയർ ചെയ്യണമെങ്കിൽ നല്ല പാടാണ്. അതിനെപ്പോലെ ഞാൻ ഒത്തിരി നാളായി കോളേജെല്ലാം കഴിഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് പഠിക്കാനുള്ള ഒരു ഇതുമില്ല. അത് ഹാൻഡിൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഞാൻ ഒരു തവണ എഴുതി.
അത് ഞാൻ ഉടമ്പടിക്ക് മുമ്പാണ് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പാണ് ഞാൻ ആ എക്സാം എഴുതിയത്. അപ്പോൾ എൻ്റെ മമ്മി പറഞ്ഞു, ഒന്ന് കൃപാസന മാതാവിനോടൊന്ന് പ്രാർത്ഥിക്കുക. പക്ഷെ ഞാനത് അങ്ങനെ വലിയ കാര്യമാക്കിയില്ല. ആ എക്സാം ഞാൻ നന്നായിട്ട് അവിടെ പോയി എഴുതി, പക്ഷേ ഞാനത് ഫെയിൽ ആവുകയും ചെയ്തു. അങ്ങനെ ഓൺലൈൻ ഉടമ്പടി 28th October 2024 എടുത്ത് ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഡേറ്റ് കിട്ടി ക്യാപ്സ് എക്സാം എഴുതാൻ. അവിടെ ഞാൻ ചെന്നു, എക്സാം എഴുതാൻ ഇരുന്നു. സെയിം പ്രിപ്പറേഷൻ, വലുതായിട്ടൊന്നും എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ അറിയത്തില്ല, അങ്ങനെ ഓർമ്മയിൽ ഇരിക്കത്തില്ല, അതാണ് ഇഷ്യൂ. അങ്ങനെ എക്സാമിന് അവിടെ പോയി ഇരുന്നു. ഉടമ്പടി ഉപ്പും തൈലവും ഒക്കെ മമ്മി കാശിരൂപം തന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അത് ഞാൻ മുറുക്കെ പിടിച്ച് ഞാൻ എക്സാം എഴുതാൻ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ആ എക്സാമിനെ കണ്ടപ്പോൾ എനിക്ക് ഒന്നും ഓർമ്മ കിട്ടുന്നില്ലായിരുന്നു. ഞാൻ ഓർത്തു, ഇനി ഇത് പോയി കഴിഞ്ഞാൽ ഇനി സിലബസ് മാറുകയാണ്, ഇനി ഞാൻ എന്താ ചെയ്യുക, ഇത് എൻ്റെ ലാസ്റ്റ് ചാൻസാണ്. ബിക്കോസ് എനിക്ക് എങ്ങനെ ആയാലും എനിക്കിവിടെ ഇനി വർക്ക് ചെയ്യണ്ട, അപ്പം എൻ്റെ ഒരു ഓപ്ഷനാണിത്. അപ്പം ഞാൻ മാതാവിൻ്റെ കാശിരൂപം മുറുക്കെ പിടിച്ചിട്ട് പറഞ്ഞു, മാതാവേ, എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ ഈ എക്സാം ഒന്ന് ജയിപ്പിക്കണം, എനിക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്നും അറിഞ്ഞുകൂടാ, അതെല്ലാം എനിക്ക് ഉത്തരം കറക്റ്റായിട്ട് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സ്ക്രീനിലോട്ട് നോക്കുമ്പോൾ എനിക്ക് എൻ്റെ ഇങ്ങനെ ഒന്ന് എനിക്ക് തോന്നി, മാതാവിനെ എനിക്ക് ആ സ്ക്രീനിൽ കണ്ടതുപോലെ തോന്നി. എന്നിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഒരു കൂൾ ഇഫക്റ്റ് എൻ്റെ ബോഡിയിൽ വന്നു. പിന്നെ ഞാൻ എന്താ എഴുതിയെന്ന് എനിക്ക് ഒരു ഓർമ്മയില്ല. ഞാൻ എഴുതി. എക്സാം കഴിഞ്ഞു. ടഫാണോ ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ 10 ദിവസം എടുക്കും റിസൾട്ട് വരാൻ. ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം എൻ്റെ മനസ്സിൽ തോന്നിച്ചു, ഞാൻ എന്തായാലും സ്ക്രീനിൽ മാതാവിനെ കണ്ടതല്ലേ, അപ്പം എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം. അപ്പം എനിക്കത് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട വരത്തില്ല എന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ റിസൾട്ട് വന്നപ്പോൾ പാസ്സായി. അത് കഴിഞ്ഞ് എനിക്കൊരു ഉറപ്പ് വന്ന പോലെയായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഞാൻ എന്ത് ചോദിച്ചാലും എൻ്റെ മാതാവ് എനിക്ക് തരും, അല്ലെങ്കിൽ എനിക്കെൻ്റെ ആ സ്ട്രെസ് എൻ്റെ ഇന്ന് അങ്ങ് പോയി. ഞാൻ എളുപ്പം എന്തെങ്കിലും വന്നാലും പാനിക്കാവുന്ന വ്യക്തിയാണ്. അപ്പം അതെൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് പോയി. അങ്ങനെ ഞാൻ OET പാസ്സായി. അതിൻ്റെ കൂടെ എനിക്ക് എൻ്റെ ജോലി സ്ഥലത്ത് ആ സ്ട്രെസ്സ് തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. പക്ഷേ ഇപ്രാവശ്യം ഒരു വ്യത്യാസമുണ്ട്. എന്താണെന്ന് വെച്ചാൽ എന്ത് സ്ട്രെസ് വന്നാലും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ തന്നെ എനിക്കതങ്ങ് അല്ലാതായി പോകുന്നുണ്ട്. അപ്പോൾ അതെനിക്കൊരു കോൺഫിഡൻസായി. അങ്ങനെ ഞാൻ ഓസ്ട്രേലിയയാണ് നമ്മൾ വിചാരിച്ചു, ഇങ്ങനെ ഇരുന്നു. പക്ഷേ എന്തോ അവിടെ ഇപ്പം ഭയങ്കര സാച്ചുറേറ്റഡ് ആണ് അവിടുത്തെ ജോബ്സൊക്കെ. അതുകൊണ്ട് തന്നെ ഏജൻറ്റ് പറഞ്ഞു നമുക്ക് ന്യൂസിലാൻഡ് നോക്കാം. അപ്പോൾ പേപ്പർ പ്രോസസ്സിങ് എല്ലാം തുടങ്ങി. അങ്ങനെ ഞാൻ ഓഗസ്റ്റിൽ പിന്നെയും വെക്കേഷന് നാട്ടിൽ വന്നു. ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്തു. ഓഗസ്റ്റ് 23rd 2025 എടുത്തു. അത് എടുത്തു ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്ക് ഇൻ്റർവ്യൂ കോൾ വന്നു. ഇൻ്റർവ്യൂ പാസ്സായി. അത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ലോ എക്സാംസ് ചെയ്യാനുണ്ടായിരുന്നു. അത് ഞാൻ അതും എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. എന്നാൽ പോലും അത് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവിനോട് പൂർണ്ണമായി ഞാൻ സമർപ്പിച്ചു എൻ്റെ എല്ലാം. അങ്ങനെ ഞാൻ അതും പാസ്സായി. അങ്ങനെ ജോബ് ഓഫർ കിട്ടി. അങ്ങനെ എനിക്ക് ഡിസംബർ 2025 24th ക്രിസ്മസിൻ്റെ ഒരു ദിവസം മുൻപ് എനിക്കൊരു ക്രിസ്മസ് ഗിഫ്റ്റ് പോലെ എനിക്ക് എൻ്റെ വിസയും കഴിഞ്ഞു. ഒരു വർഷം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ. ഞങ്ങൾ അങ്ങനെ വലുതായിട്ട് ഡെയിലി പ്രേയേഴ്സ് ഒന്നും ചെയ്യലില്ല. ബിക്കോസ് ഞങ്ങളെല്ലാവരും ബിസിയാണ്. പിള്ളേർ വീട്ടിലുള്ള സമയത്ത് ഞങ്ങൾ വീട്ടിലില്ല. ഞങ്ങളെല്ലാവരും വർക്കിലാണ്, ഡിഫറെൻറ്റ് ഷിഫ്റ്റ്സിലും. പക്ഷേ ഞങ്ങൾ റോസറി ചെയ്യാതെ ഒരു ദിവസം പോലും കിടക്കില്ല. എല്ലാ ദിവസവും ഞങ്ങൾ അതൊരു പിള്ളേരായാലും അതൊരു പോയിൻ്റാക്കി എല്ലാ ദിവസവും ഞങ്ങൾ പ്രെയർ ചെല്ലാതെ കിടക്കില്ല. മാസിന് കുർബാനയ്ക്ക് എല്ലാ ദിവസമൊന്നും അങ്ങനെ എല്ലാ ആഴ്ചയിൽ പോലും പോകത്തില്ലായിരുന്നു, ബിസി ആയതുകൊണ്ട്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം അതിന് സമയം കണ്ടെത്തി അതിന് അത് പോയില്ലെങ്കിൽ ഒരു വലിയ സങ്കടം. അങ്ങനെ ഒരു ഡിസിപ്ലിൻ ലൈഫിൽ വന്നു. ഇപ്പം ഞങ്ങൾ ഫെബ്രുവരിയിൽ ഞങ്ങൾ കുടുംബസമേതം ഞങ്ങൾ ന്യൂസിലാൻഡിലേക്ക് ജോലിയുമായി പോകാൻ തയ്യാറെടുക്കുന്നു.
ഇതല്ലാതെ മോന് കുറേ വർഷങ്ങളായിട്ട് അലർജിയുടെ അസുഖം ഉണ്ടായിരുന്നു. ഒരു മേ ബി 4 to 6 years ആയിട്ട് എന്നും രാവിലെ എഴുന്നേച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തുമ്മും. ഒരു മേ ബി ഹാഫ് ആൻ അവറോളം തുമ്മിയാണ് ആള് സ്കൂളിൽ പോകാൻ പറ്റുള്ളൂ. അപ്പം ഒരു ദിവസം എൻ്റെ മമ്മി എന്നോട് പറഞ്ഞു, നമ്മുടെ കയ്യിൽ ഉടമ്പടി തൈലമുണ്ടല്ലോ, ഒന്ന് അവൻ്റെ മൂക്കിലൊന്ന് വെച്ചിട്ട് അവനോടും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം ജസ്റ്റ് ഒന്ന് തേച്ചു, പ്രാർത്ഥിച്ചു. അങ്ങനെ 2-3 ദിവസം ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾക്ക് ഇപ്പം കഴിഞ്ഞ 2 മാസമായിട്ട് അവനൊരു തുമ്മലുമില്ല. അവന് ഒരു ഇച്ചിരി പോലും അലർജിയുടെ ഒരു സിംറ്റം പോലും കാണുന്നില്ല. ഉടമ്പടി ഞങ്ങളുടെ ലൈഫിലൊരു ഡിസിപ്ലിൻ ഉണ്ടാക്കി. ഇനിയും ഞങ്ങൾക്ക് ഉടമ്പടിയിൽ ഞങ്ങളുടെ കുടുംബം അവസാനം വരെ ജീവിക്കുവാനുള്ള പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു. പ്രേക്ഷക പ്രവർത്തനം ഞങ്ങൾ ഇവിടുന്ന് പത്രം മേടിച്ചിരുന്നു. അത് ഞങ്ങളുടെ അവിടുത്തെ പള്ളിയിലൊക്കെ കൊടുക്കുമായിരുന്നു. പ്ലസ് ഞാൻ കൂടുതൽ ചെയ്തിരുന്നത് എന്ന് വെച്ചാൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ എൻ്റെ ലൈഫിൽ എന്തൊക്കെ മാറ്റമാണ് പ്രാർത്ഥന കാരണം, അല്ലെങ്കിൽ ഞാനിവിടെ വന്നതിന് ശേഷം എന്നിലുള്ള മാറ്റം കണ്ട് അവർ തന്നെ എന്നോട് പറഞ്ഞു, എൻ്റെ പ്രേയേഴ്സ് കാരണമാണ് ഞാൻ ഈ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഇഷ്യൂസ് എനിക്ക് എന്ത് ഇഷ്യൂ വന്നാലും അതെന്നെ തൊടാതെ പോകുന്നതിൻ്റെ കാരണം അവർക്ക് തന്നെ മനസ്സിലായി. അപ്പോൾ അവർക്കും അതൊരു പ്രാർത്ഥിക്കണം. പിന്നെ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ, എന്തെങ്കിലും വളരെ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന ആരെങ്കിലോട് ഞാൻ ഇങ്ങനെ ഒരു ഇതുണ്ട്, ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയറിൽ വഴി പ്രാർത്ഥിച്ചാൽ ഇത് കിട്ടും. അവരത് വിശ്വസിക്കാൻ തുടങ്ങി. ബിക്കോസ് എൻ്റെ ജീവിതത്തിലുള്ള ഓരോരോ മാറ്റങ്ങൾ കാരണം. പിന്നെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു.